അങ്ങനെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഷൂയാനെ ഹോസ്റ്റലിന്റെ ടീച്ചർ വിളിക്കുന്നതാണ്. ഇവള് പേടിച്ചാണ് കോൾ എടുക്കുന്നത്, ഇനി അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നറിയാതെ. സോ ഇവളും അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ടീച്ചറോട് ചോദിക്കുമ്പോൾ ടീച്ചർ അല്ല, അവനിപ്പോ വളരെ നല്ല കുട്ടിയാണ്, അടിപിടിക്കൊന്നും പോകാറില്ല, ഞാൻ വിളിച്ചത് അടുത്ത ആഴ്ച അവന്റെ പാരന്റ്സ് മീറ്റിംഗ് ആണ്, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും ആണെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അഗാധമായ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഹോമിംഗ് ആണെങ്കിൽ ഒരു ബുക്ക് വായിച്ചിട്ട് ഇതിലെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ കല്യാണം കഴിഞ്ഞ കപ്പിളിനെ കുറിച്ചും അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത്. എല്ലാവരും വിവാഹത്തിന് വേണ്ടി എന്തൊക്കെയാ സാക്രിഫൈസ് ചെയ്യുന്നത്, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ അയ്യോ അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്, നീ പ്രത്യേകം അത് നോട്ട് ചെയ്ത് വെച്ചോ എന്ന് പറയുമ്പോൾ ഹോമിങ് എനിക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അയ്യോ അതിനൊരു വഴിയുണ്ട്. ഇവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോട്ട് വെച്ചിട്ട് ഹോമിങ്ങിനോട് നീ ശരിക്കും അവളെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ വലിയ ആളാണ് എന്ന കാര്യമേ അങ്ങ് മറന്നേക്ക്, ഒരു നാണവും കാണിക്കരുത്, പേടിയും കാണിക്കരുത്, സ്വയം നാണം കെടും നാണം കെടുത്തും എന്നൊക്കെ വിചാരിക്കേ ചെയ്യരുത്, എല്ലാത്തിനും അങ്ങ് തുനിഞ്ഞിറങ്ങിക്കോണം, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഹോമിങ്ങും അതിനെപ്പറ്റി ആലോചിക്കുന്നു. പക്ഷെ കറക്റ്റ് ആ ഒരു സമയം തന്നെ ഷുയാൻ ഇവനോട് നാളെ ഫ്രീ ആണോ, എനിക്ക് ഹോഷനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവനും നാളെ ഫ്രീ ആണ് എന്ന് പറയാനാണ് പോകുന്നത്. പക്ഷെ യു ആണെങ്കിൽ എന്തിനാ നാളത്തേക്കാക്കുന്നത്, ഇന്ന് തന്നെ പോയി സംസാരിച്ചൂടെ, എല്ലാത്തിലും നീ മുന്നിട്ടാണെന്ന് അവളെ അങ്ങ് അറിയിച്ചേക്ക് എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ പോകാനായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ ഹോമിങ് ആണെങ്കിൽ ഇന്ന് തന്നെ ഇവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയാണ്. ഇവളും ഇവനെ കണ്ട് ഷോക്കായി. നിങ്ങളെന്താ ഇവിടെ, നമ്മള് നാളെ കാണാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അത് പിന്നെ എനിക്ക് അടുത്ത് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വരേണ്ടതായിട്ടുണ്ടായിരുന്നു, ഹോഷനെ പറ്റിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അറിയാന്ന് വിചാരിച്ചു, അതാ ഇങ്ങോട്ട് എത്തിയത്, ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ച് ഇവള് പെർമിഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ അകത്തേറി പോവാണ്. ഇവളും ഇവനോട് ഇന്ന ഡേറ്റിന് ഹോഷന്റെ പാരന്റ്സ് മീറ്റിംഗ് ആണ്, എനിക്കൊന്ന് പോകാനാവില്ല, അതുകൊണ്ട് നിങ്ങൾ പോകണം, അവര് മീറ്റിംഗിന്റെ ഡോക്യുമെന്റ്സും പ്ലാൻസും കാര്യങ്ങളും എല്ലാം എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്തേക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവനും ഓക്കെ പറഞ്ഞിട്ട് ഇവളോട് അല്ല ഇന്ന് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവളെ എന്തോ കാര്യമായിട്ട് കുക്ക് ചെയ്യാണ്. അപ്പോൾ ഷോയാനാണെങ്കിൽ ആ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ലിങ്ക് കിട്ടിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ എന്റെ നെറ്റ് സ്ലോ ആണ്, ഇവിടെ വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ വൈഫൈ ഉണ്ട്, പക്ഷെ അത് കേടായി കിടക്കാണ്, വർക്ക് ചെയ്യില്ല, കുഴപ്പമില്ല നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ഇവൻ അത് സാരമില്ല, ഇത് ഞാൻ തന്നെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഇവനത് ശരിയാക്കാനായിട്ട് തുടങ്ങാണ്. ഷോയാൻ ആവുന്ന വിധവും വേണ്ട നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി, അത്യാവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവന് ഇവിടെ പിടിച്ച് നിൽക്കണമല്ല, ഇവിടെ ആരാ വരുന്നത് എന്ന് അറിയണം. സോ അതിനുവേണ്ടി അവൻ ആ ഒരു വൈഫൈ ശരിയാക്കാനായിട്ട് തുടങ്ങാണ്. എന്നിട്ട് അത് ശരിയാക്കിയിട്ട് റേഞ്ച് വരുന്നുണ്ടോ എന്ന് എല്ലായിടത്തും നോക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും നോക്കിയിട്ട് അവസാനം ഇവളുടെ റൂമിലേക്കും കയറി പോവാണ്. എന്നിട്ട് റേഞ്ച് ഉണ്ടോ എന്നല്ല നോക്കുന്നത്, ഇവിടെങ്ങാനും മറ്റാരെങ്കിലും താമസിക്കാൻ വരുന്നുണ്ടോ എന്നാണ്. അവിടെ എല്ലാം തന്നെ ഇവൻ ഫുള്ള് പരതാണ്. ഇവൻ റൂമിൽ കയറിയിട്ട് കുറെ സമയമായിട്ടും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഇവള് വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ഇവൻ തറയിൽ കിടക്കുന്നതാണ്. നിങ്ങൾ എന്താ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അത് പിന്നെ ഞാൻ ഇവിടെയൊക്കെ നെറ്റ് കിട്ടുന്നുണ്ടോ നോക്കിയതാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് നിർത്തുന്നില്ല, മുക്കും മൂലയും ചെന്നിട്ട് നെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് പോയി ഫുള്ള് നോക്കാണ്. ഇവൻ എന്താ പറ്റിയതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഹോമിങ് എല്ലായിടവും റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഷോയാൻ ശരി കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ജോലി ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞു വിടാനായിട്ട് തുടങ്ങാണ്. ഹോമിങ്ങും പോകാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ഇവനാണെങ്കിൽ അവിടെ ഇവളെ ഇടാനായിട്ട് എടുത്തു വെച്ചേക്കുന്ന കർട്ടൻസ് കാണാണ്. സോ ഇത് ഇടാനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് വേണ്ട നിങ്ങൾ ഇടണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നു. പക്ഷെ ഹോമിങ് ആണെങ്കിൽ പെൺകുട്ടികൾ ഇതിന്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു പിടിച്ച് കയറുന്നത് റിസ്ക് ആണ്, ഞാൻ തന്നെ ഇട്ടുതരാം എന്ന് പറഞ്ഞ് ഇവനത് ഇടാനായിട്ട് കയറാണ്. ചെയ്യാൻ ആവുന്ന വിധവും പറയുന്നുണ്ട് ചെയ്യേണ്ടത്, പക്ഷെ ഹോമിങ് കേൾക്കുന്നില്ല. ആ ഒരു സമയത്ത് ഇവളോട് നീ നിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാണല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഷോയാൻ ഒന്നും ഇടുന്നില്ല. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗസ്റ്റ് ആണ് വരാൻ പോകുന്നത് എന്ന് ഇവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു 2 കർട്ടൻ ഇടാനായിട്ട് 2-3 മണിക്കൂറാണ് ഇവൻ എടുക്കുന്നത്. രാത്രിയായിട്ടും ഇട്ട് തീർന്നിട്ടില്ല. അപ്പൊ ഇവളാണെങ്കിൽ അവിടെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചേക്കാണ്. ഇവള് വലതും കഴിക്കാൻ പറയും എന്ന് വിചാരിച്ച് പമ്മി നിൽക്കുന്നു. പക്ഷെ ഷോയാൻ ഇവനോട് രാത്രിയായി നിങ്ങൾ പോക്കോ, ഹോഷന്റെ കാര്യം ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞു വിടാനായിട്ട് തുടങ്ങുന്നു. ഇവനും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ കറക്റ്റ് ആ ഒരു ഗസ്റ്റ് എത്തുകയാണ്. ഹോമിങ് തന്നെയാണ് പോയി ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അത് മറ്റാരുമല്ല ഇവരായിരുന്നു. ഇവനെ കണ്ട് ഒന്ന് ഷോക്കാവുന്നു. ഹോമിങ് ആണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് ഇവര് വന്നതുപോലെയാണ് അവരെ സ്വീകരിച്ചുകൊണ്ട് ഇരുത്തുന്നത്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കു ഷോയാൻ, ഗസ്റ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു ആള് കളിക്കാണ്. ഇവൻ വീണ്ടും അവിടെ പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ലിന്നാണെങ്കിൽ ഇവളോട് അല്ല പുള്ളിക്കാരൻ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ എനിക്കറിയില്ല, ഉച്ചയ്ക്ക് വന്ന മനുഷ്യനാ, എന്ത് പറഞ്ഞിട്ടും ഇവിടെ നിന്ന് പോകുന്നില്ല, കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഹോമിങ് ആണെങ്കിൽ ഇവരോടൊക്കെ വളരെ നല്ല രീതിയിൽ എന്റെ വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഇത്രയും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതിലൊക്കെ താങ്ക്സ് പറഞ്ഞ് വളരെ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇവനെ ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. സോ വളരെ ഭവ്യതയോട് കൂടിയാണ് ഇവരും ഇവനോട് സംസാരിക്കുന്നത്. പക്ഷെ ലിനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന് പണിയെടുക്കാനായിട്ട് ഇവളുടെ ഫോൺ എടുത്ത് ഇവളുടെ എക്സ് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നു എന്ന രീതിയിൽ ഇവനെ കൊണ്ട് തോറ്റു, ഇത്ര പറഞ്ഞാലും പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ലെങ്കിൽ എന്താ ചെയ്യാ എന്ന് പറഞ്ഞ് ലിന്നാണെങ്കിൽ ഇവരെ കണ്ണു കാണിക്കുമ്പോ ഇവരും അതിനനുസരിച്ച് ഇവനെ കുത്താനായിട്ട് തുടങ്ങാണ്. അതെ എത്ര ആട്ടി പൈശാലും ചിലതൊക്കെ പുറകിൽ നിന്ന് മാറില്ല, ഇങ്ങനെയുള്ളവരൊക്കെ എന്ത് പേരിലാ വിളിക്കുന്നത് എന്ന് ചോദിച്ച് ഇവനെ നല്ലോണം തന്നെ കളിയാക്കാണ്. ഹോമിങ് നല്ലോണം തന്നെ അവിടെ ഇരുന്ന് നാണം കെടുകയും ചെയ്യുന്നുണ്ട്, വിയർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ യു ആണെങ്കിലും മുന്നേ തന്നെ പറഞ്ഞല്ലോ നാണം കെടാൻ റെഡി ആയിട്ട് വേണം ഇനിയുള്ള പ്രവർത്തികളെന്ന്. അതുകൊണ്ട് തന്നെ ഇവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ
എന്റെ ഒരു മാള് ഉടനെ ഓപ്പൺ ആവാൻ പോവാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്തോ. നിങ്ങൾക്ക് അവിടെ എന്ത് സാധനവും ഫ്രീ ആയിരിക്കും. എപ്പോഴാ പോകുന്നത് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ എന്റെ അസിസ്റ്റന്റിനെ പറഞ്ഞു വിടാം എന്ന് പറയുമ്പോൾ ഇവര് വീഴാണ്. മിസ്റ്റർ ഹോമിംഗ്, നിങ്ങൾ ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവനെ ഇവർ പുകഴ്ത്താനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു ഫ്രീ സാധനങ്ങൾ തരാന്ന് പറഞ്ഞപ്പോ ലിനിനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇവരോട് അടുക്കളയിൽ ഒരുത്തി വരുന്ന കഷ്ടപ്പെടാ, പോയി അവളെ സഹായിക്കുക എന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിനെയും ഓടിക്കുന്നു. ഷോയാനും അപ്പോ ഹോമിങ്ങിനോട് വന്ന് സമയം ഒരുപാടായി, നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ ഇവനും ശരി ശരി ഞാൻ പോവാണ്, വൈഫൈക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മനസ്സമാധാനമായിട്ട് അവിടെ നിന്ന് പോവാണ്. കാരണം ഗസ്റ്റിനെ കണ്ടല്ലോ, എന്തായാലും ലിയാങ് ഒന്നും ആയിരുന്നില്ല. സോ ഇന്നത്തെ ഇവരുടെ ഏകദേശ പ്ലാനും കാര്യങ്ങളൊക്കെ കൊളമായല്ലോ. ഹോമിങ് അതുകൊണ്ട് തന്നെ വളരെ നിരാശയിലാണ്. അപ്പൊ യു ആണെങ്കിൽ നീ തളർന്നു പോവരുത്, ഇതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞ് അടുത്ത ഐഡിയ പറഞ്ഞു കൊടുക്കാണ്. അതായത് ഷോയാൻ നിന്റെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് നീ ഭയങ്കര സിക്ക് അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം അവതരിപ്പിച്ച് നോക്ക്. ചിലപ്പോ സെന്റിമെന്റ്സ് പിടിക്കുമ്പോ പെൺകുട്ടികൾ എന്തായാലും അതിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പിറ്റേന്ന് തന്നെ ഹോമിങ് ഇവന്റെ അസിസ്റ്റന്റിനെ പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വിട്ടിട്ട് അസിസ്റ്റന്റും ഇവളോട് വന്ന്, മാഡം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഇവിടേക്ക് വരുന്ന കാര്യം ഒരുപാട് ചിന്തിച്ചു, പക്ഷെ നിങ്ങളോട് ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇത് നോക്കിയേ, നിങ്ങൾ ബോസിന്റെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം പുള്ളിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, ഒട്ടും ഹാപ്പി അല്ല, വളരെ ശോക അവസ്ഥയില്. മാഡത്തിനെ കാണാൻ വേണ്ടി എപ്പോഴും അപ്പാർട്ട്മെന്റിന് താഴെ വരാറുണ്ട്, ക്ഷമ ചോദിക്കണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ തെറ്റുകൾ ഓർക്കുമ്പോൾ അതിനാവുന്നില്ല. പലപ്പോഴും വളരെ വിഷമത്തിലാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ഞാനിതൊക്കെ അദ്ദേഹം അറിയാതെ ക്യാപ്ചർ ചെയ്തതാണ്. ഓഫീസിൽ വന്നാലും അദ്ദേഹം ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും ചിന്ത മാത്രമാണ്. ഇതെനിക്ക് തന്നെ തീരെ സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് കുറെ ഫോട്ടോസ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാണിച്ച് സംസാരിച്ച് മെഴുകുകയാണ്. ഷോയാനും ഇവൻ പറയുന്നത് എല്ലാം കേട്ടിട്ട് ലാസ്റ്റ് ഇവനോട്, അല്ല പുള്ളി കാണാതെ ഫോട്ടോസ് എടുത്തു എന്നല്ലേ നീ പറഞ്ഞത്, ഇത്രയും ക്ലോസ് ആയിട്ട് എങ്ങനെയാ പുള്ളി അറിയാതെ പോയി എടുക്കുന്നത്, അതും പുള്ളി ബെഡിലിരിക്കുന്ന സമയത്ത്? എന്താ നീയോ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നോ ബെഡില് എന്ന് ചോദിക്കുമ്പോൾ ഇവന് പണി പാളി എന്ന് മനസ്സിലാവുന്നു. ഇവളെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഇവര് ആൻസർ പറയാൻ സാധിക്കുന്നില്ല. നല്ല രീതിയിൽ വെള്ളം കുടിക്കാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാതെ മാഡം പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നു. എന്നിട്ട് ഹോമിങ്ങിനും അത് ചീറ്റി പോയ കാര്യം മെസ്സേജ് അയക്കുന്നു. സോ എന്തൊക്കെ ചെയ്തിട്ടും ഷോയാനെ കയ്യിലെടുക്കാൻ ഇവൻ ആവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര നിരാശയിലാണ്. ആ ഒരു സമയത്ത് ഇവനാണെങ്കിൽ ഷോയാന്റെ ലാസ്റ്റ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവളാണെങ്കിൽ ലിയാങ്ങിനോടൊപ്പം ഒരു മ്യൂസിയത്തിലേക്ക് പോയിരുന്നല്ലോ. സോ അവിടുത്തെ പിക്ചറും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ നെക്സ്റ്റ് ലിയാങ്ങിന്റെ നോക്കുമ്പോൾ അവനും അതേ സ്ഥലത്ത് നിൽക്കുന്ന ഫോട്ടോസ് ഷെയർ ചെയ്തിട്ട്, ഇനി ഞാൻ ഒരാൾക്ക് വേണ്ടി എന്റെ ജീവിതം മാറ്റി വെക്കാൻ പോവാണ്, അതിലായിരിക്കും എന്റെ ഫോക്കസ് മുഴുവൻ എന്ന് പറഞ്ഞ് ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു ഫോട്ടോ അവൻ ഷെയർ ചെയ്തേക്കുന്നത്. സോ ലിയാങ് ഷോയാനെയും കൊണ്ടാണ് അവിടെ പോയത് എന്ന കാര്യം ഹോമിങ്ങിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവന് നല്ല ദേഷ്യവും അസൂയൊക്കെ ആവുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ ഒരു മ്യൂസിയത്തിലുള്ള മുഴുവൻ സാധനങ്ങളും ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങോട്ടേക്ക് ലിയാങ് വന്ന് അവിടുത്തെ മാനേജറിനോട്, അല്ല നിങ്ങളൊക്കെ എന്തായി ചെയ്യുന്നത്, ഇതൊക്കെ എവിടേക്കായി കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാനേജർ, സർ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയാണ്, ഇതെല്ലാം മറ്റൊരാള് വലിയ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ലിയാങ്, വിറ്റെന്നോ, ആർക്ക്, ഇതെന്റെ ഫ്രണ്ടിന്റെ മ്യൂസിയം ആണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ, സർ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വലിയ എമൗണ്ട് ആണ് വാങ്ങിച്ച ആള് ചെലവാക്കിയിരിക്കുന്നത്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സാറിന്റെ ഫ്രണ്ടും ഇതൊക്കെ അറിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ഇവൻ, അല്ല ഇതൊക്കെ ആരാ വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോ ഈ ഒരു മാനേജറും സത്യത്തിൽ ഇത് വാങ്ങിച്ചത് മറ്റാരുമല്ല ഹോമിങ് തന്നെയാണ്. ഇനി ഇവൻ ഷോയാനെയും കൂട്ടി ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോമിങ് ആണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞ ഇവനും ഒന്ന് എക്സൈറ്റഡ് ആവുന്നു. അപ്പൊ തന്നെ ഹോമിങ് ആണെങ്കിൽ കറക്റ്റ് ഇവനെ വിളിച്ചിട്ട് നമുക്കൊന്ന് നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് ഇവനെ ഇപ്പോൾ വിളിപ്പിച്ചേക്കാണ്. ഇവനും ഹോമിങ്ങിനെ വന്ന് കണ്ട്, അല്ല നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്, നിന്റെ പൈസയും പവറും യൂസ് ചെയ്ത് ഷോയാനെ തിരിച്ചുകൊണ്ട് വരാനാണോ നീ വിചാരിക്കുന്നത്, അവളിപ്പോ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിനക്കറിയോ, അതുകൊണ്ട് തന്നെ അവളുടെ ലൈഫിൽ ഒരു തരത്തിലും നിന്റെ ആവശ്യമില്ല, അവളുടെ പാർട്ട്ണർ എന്ന രീതിയിൽ എനിക്ക് അവൾക്ക് വേണ്ടി എന്ത് ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ സാധിക്കും, നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തും, നിനക്ക് അവളുടെ ലൈഫിൽ ഒരു ചാൻസും ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഹോമിങ്, ഞങ്ങൾ ഇപ്പോഴും മാരീഡ് ആയിട്ടുള്ളവർ തന്നെയാണ് അല്ലേ മിസ്റ്റർ ലിയാങ്, ഞാൻ അവളുടെ ലീഗൽ ആയിട്ടുള്ള ഹസ്ബൻഡ് തന്നെയാണ് ഇപ്പോഴും, നീ എത്രയൊക്കെ അവളുടെ പാർട്ട്ണർ ആവാൻ ശ്രമിച്ചാലും എന്റെ സ്ഥാനം നേടിയെടുക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട, നീ അവളുടെ നല്ലൊരു ഇൻവെസ്റ്റർ തന്നെയാണ്, എനിക്കറിയാം, ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ അതിൽ കൂടുതൽ ഉദ്ദേശങ്ങളൊന്നും നീ വെച്ചോണ്ടിരിക്കേണ്ട, നടക്കാനും പോകുന്നില്ല, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ലിയാങ്, നിനക്ക് ഷോയാനെ പറ്റി എന്തറിയാം, അവളെ നീ തന്നെയല്ലേ ഒഴിവാക്കിയത്, അവള് ഇന്ന് എന്റെ ബിസിനസ് പാർട്ട്ണറാണ്, ഈ യാൺ സ്റ്റുഡിയോ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നതെന്ന് നിനക്കറിയോ, അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താണെന്ന് അറിയോ, ഷോയാന്റെ 3 വർഷത്തെ ഗോൾ എന്താണെന്ന് അറിയോ, അടുത്ത 3 വർഷത്തിനുള്ളിൽ അവൾ എവിടെ എത്തുമെന്ന് നിനക്കറിയോ, അവളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹോമിങ്, അതൊന്നും എനിക്കറിയില്ല, ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ഇനിയും അത് പഠിക്കാനൊക്കെ അവസരം ഉണ്ടല്ലോ, പക്ഷേ ഷോയാൻ ഇന്ന് എത്തി നിൽക്കുന്നത് അവളുടെ കഴിവുകൊണ്ടാണ്, നീ അവളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും അവൾ ആ സ്ഥാനത്ത് സുഖമായിട്ടെത്തും, ഷോയാന് വേണ്ടി എന്ന് ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും, അവൾക്ക് എന്നെ വേണോന്ന് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ ലിയാങ്, നീ എന്താ വിചാരിക്കുന്നത്, നിന്റെ സ്ഥാനം റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതാണെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ്, നിനക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നീ ഒന്ന് ചെയ്തു നോക്ക്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു വെല്ലുവിളി തന്നെ നടത്താണ്. അതിനുശേഷം ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ ഹോമിങ്ങിനോട് വന്നിട്ട്, സർ ഒരു പ്രശ്നമുണ്ട്, റഷ്യൻ നമ്മളായിട്ടുള്ള ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ 3 മാസം സമയം വേണമെന്ന് പറഞ്ഞേക്കാണ്, അദ്ദേഹത്തിന്റെ റൂൾ അങ്ങനെയാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് 3 മാസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് പുള്ളിക്കാരനുമായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കൂ, സോ നിങ്ങളുടെ ഡിവോഴ്സും 3 മാസത്തേക്ക് എന്തെങ്കിലും ചെയ്ത് നീട്ടി വെക്കേണ്ടി വരും എന്ന് പറയാണ്. ഹോമിങ്ങും ഒന്ന് ഇതാവുന്നു, ഇനി എന്ത് ചെയ്താ നീട്ടി വെക്കാന്ന് ഇവൻ അറിയില്ലല്ലോ. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ സ്റ്റീവ് ആണെങ്കിൽ
ഈ ഹാനിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇവനാണെങ്കിൽ ഫാങ്ങുമായിട്ട് ചേർന്ന് ഹോമിങ്ങിന് പണി കൊടുക്കാനാണല്ലോ നോക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവൻ ഹോമിങ്ങിനോട്ട് പണിയെടുക്കാൻ നോക്കുന്നത് ഫാങ്ങിന് വേണ്ടിയിട്ടല്ല. ഇവര് ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീവ് ഇയാൾക്കാണെങ്കിൽ ഹോമിങ്ങും ഷോയാനും ഡിവോഴ്സ് ആവാൻ പോകുന്നതിന്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള തെളിവുകളും കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് അവർ ഡിവോഴ്സ് ആവുന്നതിന് തെളിവുകൾ കിട്ടിയിരിക്കണം എന്ന് ഹാനിനോട് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇവൻ വക്കീലാണല്ലോ, ഹോമിങ്ങിന്റെ അടുത്ത ആളും ആണല്ലോ. അപ്പോ ഹാനാണെങ്കിൽ ഇയാളോട് ഇനി എന്തായാലും 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ റഷ്യനായിട്ടുള്ള കോൺട്രാക്റ്റിൽ അവർക്ക് സൈൻ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഹോമിങ് ഡിവോഴ്സ് നീട്ടിവെക്കുന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഇയാള് നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഫാങ്ങിനെ യൂസ് ചെയ്തിട്ടോ നിന്റെ കണക്ഷൻ യൂസ് ചെയ്തിട്ടോ എത്രയും പെട്ടെന്ന് അവർക്കെതിരായിട്ടുള്ള ഫിസിക്കൽ എവിഡൻസ് കണ്ടെത്തിയിരിക്കണം. റഷ്യനുമായിട്ടുള്ള കോൺട്രാക്ട് അതിനു മുന്നേ നമുക്ക് കൊളാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ ഹോമിങ് ആണെങ്കിൽ ലിനിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവളോട് ഇവന് വേണ്ടി ഷോയാനോട് ഒന്ന് സംസാരിക്കാനായിട്ട് പറയാണ്. പക്ഷെ ലിനാണെങ്കിൽ ഒരിക്കലും ഞാൻ എന്റെ സിസ്റ്ററിനോടൊപ്പം മാത്രമേ നിൽക്കൂ, ഞാൻ ഒരിക്കലും അവൾക്ക് ഇഷ്ടമല്ലാത്ത ബന്ധം ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹോമിങ് ഞാൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്, പക്ഷെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ട് ആവുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡിവോഴ്സ് വരെ കഴിഞ്ഞ മാസം ഞാൻ ബ്ലോക്ക് ചെയ്ത് നീട്ടിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും ധൈര്യം കിട്ടാത്തത്, എന്ത് ചെയ്തിട്ടാണ് അത് സോൾവ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയയും കിട്ടാത്തത്. എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്യണ്ട, എനിക്ക് അവളെ തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ ലിൻ ഷോയാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ച് ഒരു ലൈഫ് ചോദിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അതെ, എന്റെ തെറ്റ് തന്നെയാണ് ഞാനത് കൊടുക്കാതിരുന്നത്. അന്ന് ഞാൻ വിചാരിച്ചത് എന്റെ ഹെൽപ്പ് ഇല്ലാതെ അവൾക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ലെന്നാണ്. പക്ഷെ അവൾ എന്റെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷമാണ് എനിക്കാണ് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കും ഇവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് ഷോയാൻ എന്റെ സിസ്റ്ററൊക്കെ ആണ്, പക്ഷെ എനിക്കൊരിക്കലും അവളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനാവില്ല. അവൾ എന്താന്ന് വെച്ചാൽ അവളുടെ ലൈഫിൽ തീരുമാനിച്ചോളും എന്ന് പറയുമ്പോൾ ഹോമിങ് ശരി, എന്തായാലും നീ അവളെ നിർബന്ധിക്കാനെന്ന് പോകുന്ന ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ ഡോക്ടർ യുവിനെ കുറച്ച് ദിവസം മുന്നേ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇവൾക്ക് സന്തോഷമായിട്ട് നിങ്ങൾ എന്തിനാ പുള്ളിയെ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ബൈ ചാൻസ് കണ്ടുമുട്ടിയതാണ്. പക്ഷെ പുള്ളിക്കാരന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്, ഫുഡ് കഴിക്കാറില്ല, ഫുള്ള് വെള്ളമടി, ശരീരമൊക്കെ ആകെ പോയി, എപ്പോഴും നിന്നെ കുറിച്ചുള്ള ആലോചന മാത്രം, നിന്നെ എങ്ങനെയാണ് തിരിച്ചുകൊണ്ടുവരേണ്ടത് എന്നാണ് പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ജോലിയിൽ ഒന്നും തന്നെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമവുമാണ്. അതുകൊണ്ട് തന്നെ ഇവനോട് ഇവർ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട് എന്ന് ലിനിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതില് ഇവനോട് തൽക്കാലം ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ സംസാരിച്ച് സോൾവ് ചെയ്യും, ഞാൻ എന്തായാലും ഒരു വഴി പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് നാളെ ഷോ ഞാൻ ഓവർ ടീം വർക്ക് എടുക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇവന് സന്തോഷമായിട്ട് താങ്ക്സ് പറയാണ്. അപ്പോൾ ലിന്നാണെങ്കിലും മറ്റൊരു കാര്യം കൂടെ പറയുന്നു, അവിടെ ലിയാങ്ങും ഉണ്ടായിരിക്കും എന്ന്. അത് കേട്ട് ഇവനൊന്ന് ഇതാവുന്നു. എങ്കിലും പിറ്റേന്ന് ഹോമിങ് ആണെങ്കിൽ അവര് മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കയറി ചെന്ന് ഷോയാൻ നീ ഓവർ ടീം വർക്ക് എടുക്കാണല്ലേ, ഞാൻ നിനക്കുള്ള സ്നാക്സ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് കയറി ചെല്ലാണ്. അപ്പോ ഷോയാൻ ഞങ്ങൾ മീറ്റിംഗിലാണ്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്താ ഞാൻ കേൾക്കാൻ പറയാത്ത വല്ല കാര്യമാണോ സംസാരിക്കുന്നത്, ഞാൻ കൂടെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലിയാങ് തന്നെ കടിച്ചു പിടിച്ച് ഇവനോട് അവിടെ ഇരുന്നോളാനായിട്ട് പറയുന്നു. എന്നിട്ട് ഇവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് ഇത്രയും ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ലിയാങ്ങിന്റേതായ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. പക്ഷെ ഇവൻ പറയുന്നതിനോടൊക്കെ ഹാമിങ് ഒബ്ജക്ഷൻ വെക്കാണ്. അതങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും, നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഇൻവെസ്റ്ററുടെ ആംഗിളിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹാമിങ്ങിനോട് ലിയാങ് എങ്കിൽ പിന്നെ നിങ്ങൾ ഒന്ന് സംസാരിക്കാനായിട്ട് പറയുന്നു. ഹാമിങ്ങും ഒന്ന് നോക്കുന്നില്ല, അവനും അങ്ങോട്ടേക്ക് ചെന്ന് ലിയാങ് സംസാരിക്കുന്നത് ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിലാണല്ലോ, സോ പുള്ളിക്കാരന് ലാഭം ഉണ്ടാക്കുന്ന വഴികളാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ ബോസ് നീയാണ്, നീ തന്നെയാണ് നാളെയും ഇവിടെ ബോസ് ആയിട്ട് വേണ്ടതും ഇവിടെ നിലനിൽക്കേണ്ടതും. അതുകൊണ്ട് തന്നെ നിനക്ക് ആവശ്യമായിട്ടുള്ള നിനക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ലാഭം മാത്രമാണ് നീ ഉണ്ടാക്കേണ്ടത്, അല്ലാതെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത്. നിന്റെ സ്ഥാപനം എപ്പോഴും നിന്റെ കൺട്രോളിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇൻവെസ്റ്ററുടെ കയ്യിൽ മുഴുവൻ അധികാരവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ കമ്പനിയിൽ ഒരു അധികാരം ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്റെ കൺട്രോളിലായിരിക്കണം എപ്പോഴും നിന്റെ കമ്പനി ഉണ്ടാവേണ്ടത്. ആദ്യ അഭിപ്രായം നിന്റേത് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞ കുറെ ഐഡിയാസ് ഇവൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഹോമിങ് പറഞ്ഞു കൊടുക്കാണ്. അത് ഷോയാനും ശരിയായിട്ട് തന്നെ ഫീൽ ആവുന്നു. അപ്പോൾ ലിയാങ് ഹോമിങ്ങിനോട് ഇൻവെസ്റ്റർ ഇല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഫണ്ട് അപ്പോൾ എവിടെ നിന്ന് വരും എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഇവൾക്ക് ഓൺലൈനായിട്ട് സെല്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാണ്. ഒരു ഡിഫറന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഇവളെ ഇപ്പോഴുള്ള പ്രൊഡക്ഷൻ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇവൾക്ക് എക്സ്ട്രാ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ചില വഴികൾ പറഞ്ഞു കൊടുക്കുന്നു. ഇവൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഹോമിങ് സംസാരിക്കുന്നത്. ഇവളെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് ഷോയാനും അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഈഗോയും കാര്യങ്ങളൊക്കെ വരികയാണ്. ഇപ്പൊ ഹോമിങ് പറഞ്ഞ കാര്യമാണല്ലോ ഷോയാൻ ഏറ്റെടുത്തേക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ ഷോയാന്റെ മുന്നിൽ പരസ്പരം ജയിക്കാനാണ് ശ്രമിക്കുന്നത്. ഷോയാൻ ആണെങ്കിൽ ഇവരോട് രണ്ടുപേരോട് താങ്ക്സ് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ രണ്ടുപേരും ഇവളോട് ഒരുമിച്ച് തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറയുന്നു. പക്ഷെ ഇവളാണെങ്കിൽ ഇവരുടെ ഇടയിലെ ആ ഒരു മത്സരം മനസ്സിലാക്കിയിട്ട് വേണ്ട ഞാൻ നടന്നു നോക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ഇവളെ ആണെങ്കിൽ യു കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ലിന്നും ഇവനെ കണ്ട് അല്ല നീ എന്താ ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോ യു നീ അല്ലേ പറഞ്ഞത് ഒരാഴ്ചത്തേക്ക് കോൺടാക്ട് ഒന്നും വേണ്ടെന്ന്, ആ ഒരാഴ്ച കഴിഞ്ഞു, ഇന്ന് 12 മണിയായി എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോ ഇവളും വരാനായിട്ട് പറയുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ഇവൾക്കുള്ള ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് ഇവൾക്ക് കൊടുത്തിട്ട് ഇനി നീ ന്യൂ മേക്കപ്പ് ലുക്ക് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് ഇവളുടെ സ്കിൻ കണ്ടീഷൻ ഏതാണോ അതിനനുസരിച്ചാണ് എല്ലാ പ്രോഡക്ട്സും ഇവൻ കൊണ്ടുവന്നിരിക്കുന്നത്.
സംസാരിക്കുന്നത്. ഇതിലാണെങ്കിൽ ഹോംഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല എന്ന് പറഞ്ഞ് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ആ ഒരു പ്രൊഡക്ട്സിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അത് കേട്ട് ഇവളും അല്ല നിനക്കെങ്ങനെ ഇതൊക്കെ മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോ നീയല്ലേ പറഞ്ഞത് നമുക്ക് തമ്മിൽ കോമൺ ആയിട്ട് സംസാരിക്കാൻ ഒന്നുമില്ലെന്ന്, നിനക്ക് ഇഷ്ടം മേക്കപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പഠിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോ ഇവൾക്ക് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. അപ്പോ നീ എന്താ തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാൻ നിങ്ങൾക്കല്ലേ ഒരാഴ്ചത്തെ സമയം തന്നത് എന്ന് പറയുമ്പോ ഇവൻ ഞാൻ എന്റെ കാര്യം തീരുമാനിച്ചു. നിന്റെ ആവശ്യമില്ലാത്ത സംശയങ്ങളും ഓവർ തിങ്കിങ് ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും നിനക്കൊരു ഡിഗ്രി ഇല്ല എന്ന് വിചാരിച്ച് അത് വലിയ കുറവായിട്ട് കാണുന്നില്ല. പകരം നിനക്ക് മറ്റു പല മേഖലകളിലാണ് കഴിവുള്ളത്. നീ ഇവിടെ ഇത്തരം ഒരു സിറ്റിയിൽ ഒറ്റയ്ക്ക് വന്ന് ജോലി കണ്ടുപിടിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും നിന്നെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എപ്പോഴും നീ ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടാൽ മതി. ഞാൻ എന്റെ തീരുമാനത്തില് വളരെ ഷുവറാണ്. എനിക്ക് തന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നോടൊപ്പം തന്നെ ലൈഫ് ലോങ് ഉണ്ടായാൽ മതി എന്ന് പറയുമ്പോൾ ലിൻ ഇവനോട് നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്യാണോ, ഇത്രയും വൃത്തികെട്ട പ്രപ്പോസലോ എന്ന് ചോദിച്ച് ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ അവിടെ തീരാണ്. രണ്ടുപേരും അവരുടെ റിലേഷൻഷിപ്പിൽ ഷുവറാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പി ആയിട്ട് കിസ് ചെയ്ത് ഒരുമിച്ച് നൈറ്റും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.